അണ്ടേ കമന്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ കമന്റ് മിസ്റ്റർ അജേഷ് രവീന്ദ്രൻ എന്ന ആളുടെയാണ്. ഒരു ബ്ലൂടൂത്ത് കിറ്റ് റിവ്യൂ ചെയ്തില്ലേ? ആ ബ്ലൂടൂത്ത് കിറ്റ് ഞാനൊരു ഹോം തിയേറ്ററിന്റെ ഇൻപുട്ടിൽ റിമൂവ് ചെയ്ത് ബ്ലൂടൂത്ത് ഓഡിയോ പാനൽ ആഡ് ചെയ്തിരുന്നു. എനിക്കത് റിമൂവ് ചെയ്ത് ഈ കിറ്റ് ആഡ് ചെയ്യണമെന്നുണ്ട്. എനിക്കതൊന്ന് പറഞ്ഞു തരുമോ? ഈ കമന്റ് സ്കിപ്പ് ചെയ്യരുത്. ആസ് മൈ റിക്വസ്റ്റ് ആക്സെപ്റ്റഡ്. ആ കിറ്റ് എന്ന് പറയുന്നത് ഈ റിമോട്ട് കിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റിവ്യൂ ചെയ്ത G-Star കിറ്റ് ആയിരിക്കും. ഞാൻ അന്ന് ഇത് ഒരു ആംപ്ലിഫയർ ആയിട്ട് ചെയ്യും എന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ വീഡിയോ നാളെ ആയിരിക്കും മിക്കവാറും വരിക, അതായത് ചൊവ്വാഴ്ച. അപ്പോൾ അത് ഫിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ സാധാരണ ഒരു ബ്ലൂടൂത്ത് പാനൽ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അതിന് ഒരു 5 വോൾട്ടും അതിന്റെ ഓഡിയോ ഔട്ടും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇതിന് അങ്ങനെയല്ല. ഇതിന് ഇങ്ങനെ 2 പീസായിട്ട് അങ്ങനെ ഈ ഒരു തരത്തിലാണ് ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഡിസ്പ്ലേയും അതിന്റെ ബോർഡും എല്ലാം ഒന്നിച്ചാണ് USB പാനലിന്റെ ബ്ലൂടൂത്ത് പാനലിന്റെ. പക്ഷെ ഇതിന് ഇങ്ങനെ ഡിസ്പ്ലേയും ഇത് ബാക്ക് സൈഡിൽ റിയറിൽ ഫിറ്റ് ചെയ്യുന്ന രൂപത്തിലും ആണ് ഉണ്ടാവുക. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ ഹോം തിയേറ്ററിൽ സൗകര്യം ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ അത് ഫിറ്റ് ചെയ്യാൻ സൗകര്യം ഇല്ലെങ്കിൽ ചെറിയ തരം ഏതെങ്കിലും തരം ക്യാബിനറ്റ് നമ്മൾ ഒപ്പിക്കുക. സ്വന്തമായിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ടൈപ്പ് ഓഡിയോ സിസ്റ്റം ചെയ്യാൻ പറ്റിയ ക്യാബിനറ്റ് എടുത്തിട്ട് അതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരു കസ്റ്റമൈസ് ചെയ്ത ഒരു പാനൽ ഉണ്ടാക്കുക, ആക്രിലിക് ഷീറ്റ്. അത് വെച്ചിട്ട് ഇത് നമ്മുടെ ഡിസ്പ്ലേ ഫ്രണ്ടിലും ഈ ഇൻപുട്ട് ബാക്കിലായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഒരു 12 വോൾട്ട് സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന രൂപത്തിലാക്കിയിട്ട് ഒരു പ്രീ ആമ്പ് പോലെ ആക്കിയിട്ട് അതിന്റെ ഔട്ട് എടുത്തിട്ട് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കുക. അല്ലാതെ അതിനകത്ത് അത് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആയിരിക്കും. മറ്റേ ബ്ലൂടൂത്ത് പാനൽ വെച്ച പോലെ ഇത് വെക്കാൻ വളരെ പ്രയാസമായിരിക്കും. അടുത്ത അവന്റെ പുരുഷോത്തമൻ A എന്ന ആളുടെയാണ്. ക്രോസ് ഓവർ ഉൾപ്പെടുത്തിയതിനെ കുറിച്ച് വിശദീകരണമാണ്. അതായത് നമ്മളെ 3-way ബോക്സ് ചെയ്തതിൽ നമ്മൾ ക്രോസ് ഓവർ ചെയ്തിരുന്നല്ലോ. അതിനകത്ത് ഒരു മിഡ് റേഞ്ചും ട്യൂട്ടറും ബൂഫറും. അപ്പൊ അത് ക്രോസ് ഓവർ ചെയ്യാന്ന് പറഞ്ഞാല് അത് നമ്മളിപ്പോ ഞാൻ എന്റേതായ ഒരു രീതിയിൽ ക്രോസ് ഓവർ ചെയ്യും. ക്രോസ് ഓവർ ഇഷ്ടംപോലെ നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് എന്റെ രീതിയിൽ ചിലപ്പോ ഞാൻ ഡിസൈൻ ചെയ്യുന്ന, അതായത് എന്റെ ഒരു മൂഡിന് ഞാൻ ചെയ്യുന്ന ഒരു ബോക്സിൽ ആ വാങ്ങുന്നതല്ല വെക്കുന്നത്. അത് നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ആ കപ്പാസിറ്റീസ് മാറ്റിയിട്ടിട്ടും കോയിൽസ് മാറ്റിയിട്ടിട്ടും അങ്ങനെ അതിന്റെ യഥാർത്ഥ സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഓൺലൈൻ കാൽക്കുലേഷൻ ഞാൻ പഴയ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. സിപ്പിന്റെ മിഡ് റേഞ്ച് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അപ്പൊ അതിനകത്ത് ഞാൻ ഒരു ഓൺലൈൻ കാൽക്കുലേറ്റർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ കാൽക്കുലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് 90%, 100 എന്ന് പറയില്ല, 90%ഓളം നിങ്ങൾക്ക് ഒരു തൃപ്തി കിട്ടും. വീട്ടിൽ 3-way ബോക്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു 3 സ്പീക്കർ, അതായത് 3 ഡ്രൈവർ, ഒരു വൂഫറും ഒരു സ്പീക്കർ തന്നെ ആയിക്കോട്ടെ. മിഡ് റേഞ്ച് വേണ്ട, നമുക്ക് ഏത് മിഡ് റേഞ്ചും സീൽ ചെയ്തിട്ട് ഏത് വൂഫറും സീൽ ചെയ്തിട്ട് നമുക്ക് മിഡ് റേഞ്ച് ആക്കാം. അപ്പൊ അതുപോലെ ആ മിഡ് റേഞ്ചിന് വേണ്ടി ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും എടുത്തിട്ട് ഈ കാൽക്കുലേറ്റർ വെച്ചിട്ട് ഇതിന്റെ പറയുന്ന പാരാമീറ്റേഴ്സ് ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂസ് ഉള്ള കപ്പാസിറ്റേഴ്സും കോയിൽ ഉണ്ടെങ്കിൽ കോയിൽ ഇട്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര വ്യത്യാസം ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ ഞാൻ ഉൾപ്പെടുത്താതിരുന്ന ഒരു കാരണം അതാണ്, ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയോണ്ടാണ്. രണ്ടാമത്തെ കാരണം ചില കാര്യങ്ങൾ ചിലപ്പോൾ സീക്രട്ട് ആയിരിക്കുമല്ലോ. അടുത്ത അവന്റെ കുട്ടൻ എന്നുള്ളതാണ്. പീക്ക് പവർ 1000 വാട്ട്, റേറ്റഡ് പവർ 200 വാട്ട്, 4 ohms. ഇതിൽ എത്രയുടെ സബ് ആമ്പ് ബോർഡാണ് ഉപയോഗിക്കേണ്ടത്? 1000 വട്ടെങ്കിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റേറ്റഡ് പവർ RMS, അതായത് റേറ്റഡ് പവർ എത്രയാണോ കൊടുത്തിട്ടുള്ളത് അതിന്റെ റേറ്റിംഗ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങേണ്ടത്. നമ്മൾ വാങ്ങുന്ന സ്പീക്കർ റേറ്റഡ് പവർ 200 ആണെങ്കിൽ അതിന്റെ മറ്റേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പീക്ക് പവർ എത്രയോ ആയിരിക്കും, കൂടുതലായിരിക്കും. ചിലപ്പോൾ 1000 ആയിരിക്കാം, ചിലപ്പോൾ 800 ആയിരിക്കും, ചിലപ്പോൾ 600 ആയിരിക്കാം. 200 റേറ്റഡ് പവർ ഉള്ള 200 വാട്ട്സ് റേറ്റഡ് പവർ ഉള്ള ഒരു വൂഫർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, സബ് വൂഫർ, അതിന്റെ പീക്ക് പവർ കൂടുതലായിരിക്കും എന്തായാലും. അതേപോലെ തന്നെ ഈ ആംപ്ലിഫയർ റേറ്റഡ് പവർ 200 ആണ്, പക്ഷെ അതിനകത്ത് പീക്ക് പവർ ഔട്ട്പുട്ട് അത് തരുന്നത് 1000 വാട്ട്സ് ആണ്. അങ്ങനെ എഴുതിയുള്ളത് 4 ohmsൽ. 8 ohmsലാകുമ്പോൾ 100 വാട്ട് റേറ്റഡ് പവർ ഉണ്ടാവും, ഒരു 500 വാട്ട്സോളം പീക്ക് പവർ ഉണ്ടാവും. അപ്പോൾ അത് ആ റേറ്റഡ് പവർ നോക്കിയിട്ടാണ് എപ്പോഴും വൂഫർ എടുക്കേണ്ടതും. വൂഫറാണ് ഉള്ളതെങ്കിൽ ആംപ്ലിഫയർ സെലക്ട് ചെയ്യേണ്ടതും നേരെ അതേ റിവേഴ്സിലാണ്. എത്രയാണോ വൂഫറിന്റെ റേറ്റഡ് പവർ അതേ റേറ്റഡ് പവർ തന്നെ സെലക്ട് ചെയ്യുക. ഹോം ഓഡിയോകൾക്ക്, നിങ്ങൾ വീട്ടിലോ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഓഡിയോകൾക്ക്, കാർ വിട്ടേക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഓഡിയോകൾക്ക് നിങ്ങൾ ഈ രീതിയിൽ സെലക്ട് ചെയ്യുക. അടുത്ത നമ്മുടെ നോബി ജോസഫ് എന്നാളുടെയാണ്. ആംപ്ലിഫയർ ചെയ്തിട്ട് അതിന് പറ്റിയ സ്പീക്കർ സിസ്റ്റം സെലക്ട് ചെയ്യുകയാണോ അതോ സ്പീക്കർ ബോക്സ് ചെയ്തിട്ട് അതിന് പറ്റിയ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുകയാണോ ബെറ്റർ? രണ്ടാമത് പറഞ്ഞാണ് ഏറ്റവും ബെസ്റ്റ്. സ്പീക്കർ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ആംപ്ലിഫയർ സെലക്ട് ചെയ്യുക. കാരണം ആംപ്ലിഫയർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിന് സൂട്ടബിൾ ആയ കൃത്യമായ സ്പീക്കർ ചിലപ്പം ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. അപ്പോൾ ആംപ്ലിഫയർ ഏകദേശം കിട്ടുന്നൊക്കെ ഒരുപാട് വെച്ച് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും ബെസ്റ്റ് സ്പീക്കർ കറക്റ്റായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, നല്ല ക്വാളിറ്റി സ്പീക്കർ ഉണ്ടെങ്കിൽ അതിന് സൂട്ടബിൾ ആയ ആംപ്ലിഫയർ ഉണ്ടാക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് അഭിപ്രായം. അടുത്ത അവന്റെ ഫാൽക്കൺ റാംബോ TW എന്ന ചാനലാണ്.
ബ്രോ ഒരു 8-inch ഊഫർ റീകോൺ എത്ര റേറ്റ് വരും? 3 ആഴ്ച മുമ്പുള്ള ഒരു കമന്റ് ബോക്സിൽ ഇതിന് ഉത്തരം പറഞ്ഞാണ്. പക്ഷെ അതിന്റെ ശേഷം എനിക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒന്നിച്ച് വന്ന കമന്റ്സ് തന്നെ 100ഓളം ഉണ്ടാവും. 8-inch ഊഫർ പേപ്പർ ചെയ്യാൻ എത്ര? അപ്പൊ 8-inch ഊഫർ പേപ്പർ ചെയ്യാൻ അതിന്റെ വാട്സും അതിന്റെ ആ മോഡൽ ഏതാണെന്നും അതിനൊക്കെ അനുസരിച്ചിരിക്കും. വാട്സ് 8-inch ഇപ്പോൾ 100 ആണെങ്കിലും 50 ആണെങ്കിലും 60 ആണെങ്കിലും അതിൽ കൂടുതലോ കുറവോ ഏതായാലും അതേപോലെ തന്നെ അത് ഏത് ടൈപ്പ് കോണാണ് അതിലുള്ളത്, ഏത് ടൈപ്പ് കോയിലാണ് അതിലുള്ളത്, ഏത് ടൈപ്പ് ഫ്രെയിമാണ്, അതിനൊക്കെ സൂട്ടബിൾ ആയ തരത്തിലുള്ള ആ ഒരു റേറ്റ് ആണ് ഉണ്ടാവുക എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ ഒരു 100 സംതിങ്ങേ ഉള്ളൂ 8-inch സാധാരണ ഒരു ഓഫർ റീകോൺ ചെയ്യാൻ, കോയിലും പേപ്പറും കൂടി. അപ്പോൾ അത് ഏത് ടൈപ്പാന്ന് നോക്കിയിട്ട് വേണം അത് വില പറയാൻ പറ്റുള്ളൂ. അടുത്ത ഷാൻ കൃഷ്ണ എന്ന ആളുടെയാണ്. ഹലോ, ഇത് മൺഡേ കൗണ്ടിൽ ആഡ് ആക്കുമോ? ഹൗ ടു ചെക്ക് ട്രാൻസിസ്റ്റർ? ഒരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. മോസ്ഫെറ്റ് ചെക്ക് ചെയ്യുന്നതും മറ്റു ചെക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണിച്ചല്ലേ അടുത്ത് ഷോർട്ട് വീഡിയോകളിലാണ് കാണിച്ചത്. അപ്പൊ ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നതിന് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ 2 രീതിയിൽ. അപ്പൊ ഒരു ട്രാൻസിസ്റ്റർ ഇപ്പോൾ വളരെ കുഞ്ഞൻ ട്രാൻസിസ്റ്റർ ഉണ്ടായില്ല, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ അത് BC547 ട്രാൻസിസ്റ്ററാണ്, NPN ട്രാൻസിസ്റ്റർ ആണ് എന്നുള്ളത് കുറെ കാലം കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പൊ അത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ എടുക്കുക. എപ്പോഴും പറയുന്ന കാര്യം കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. ഗൂഗിൾ എടുക്കുക, ഗൂഗിളിൽ BC547 പിൻ ഔട്ട് അടിക്കുക. പിൻ ഔട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നുകൾ ഏതൊക്കെയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഡാറ്റ ഷീറ്റ് പോലെ വാര ഷീറ്റ് കൊണ്ട് വരും. അപ്പൊ അതിനകത്ത് എമിറ്റർ ബേസ് കളക്ടർ ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ എമിറ്റർ ബേസ് കളക്ടർ ഏതാണെന്നും അതുപോലെ അത് ഏത് കോൺഫിഗറേഷൻ ആണ്, NPN ആണോ PNP ആണോ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഏകദേശമൊക്കെ ഒരുവിധം ഡാറ്റ ഷീറ്റിൽ കാണാം. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയോഡിൽ ഇട്ടിട്ട് ചെയ്യും. അതിനകത്തുനിന്ന് ആ ബേസിൽ ഒരു NPN ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് പ്രോബ് ബേസിൽ വെച്ചിട്ട് നമ്മൾ മറ്റേ 2 പിന്നുകളും ബ്ലാക്ക് പ്രോബ് വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു നിശ്ചിത വാല്യൂ കാണിക്കും. അപ്പൊ ആ വാല്യൂ കാണിച്ചു കഴിഞ്ഞാൽ കൃത്യമാണ് വാല്യൂ കാണിക്കുന്നുണ്ട്, ഷോർട്ടായിട്ടൊന്നും കാണിക്കുന്നില്ല, ഇൻഫിനിറ്റ് വാല്യൂ അതായത് ഓപ്പൺ ആയിട്ടും കാണിക്കുന്നില്ല എന്നെങ്കിൽ നമ്മൾ നേരെ റിവേഴ്സ് ആ ബേസിന്റെ സ്ഥാനത്ത് നമ്മൾ ബ്ലാക്ക് പ്രോബ് വെച്ചിട്ട് നമ്മൾ റെഡ് പ്രോബ് കൊണ്ട് തിരിച്ച് ചെക്ക് ചെയ്യാം. അത് നിർബന്ധമാണ് തിരിച്ച് ചെക്ക് ചെയ്യേണ്ടത്. കാരണം ലീക്കേജ് കണ്ടുപിടിക്കാൻ അത് ഏറ്റവും ബെസ്റ്റാണ്. ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ഹൈ വാല്യൂയിലേക്ക് മൾട്ടിമീറ്റർ കയറ്റിയിട്ടിട്ട് റിവേഴ്സിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ലീക്കേജ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പൊ അത് ഈ രീതിയിൽ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ഈ പിന്നുകളിൽ ഏതെങ്കിലും ഒന്നിൽ വെച്ചിട്ട് റെഡോ ബ്ലാക്കോ പ്രോബ് വെച്ചിട്ട് ഓരോ പിന്നുകൾ ചെക്ക് ചെയ്തിട്ട് ആ ഒരു ഈക്വൽ വാല്യൂ ഏകദേശം അടുത്ത് വരുന്ന ഏതാണെന്ന് കണ്ടുപിടിക്കാം. ആ കിട്ടുന്നതിന്റെ ആ പ്രോബ് വെച്ച് ആദ്യം വെച്ചിരിക്കുന്ന കോമൺ പോയിന്റ് ആയിരിക്കും ബേസ്. അത് റെഡ് ആണ് ആ കോമൺ പോയിന്റ് എങ്കിൽ അത് NPN ആയിരിക്കും, അത് ബ്ലാക്ക് ആണ് കോമൺ പോയിന്റ് എങ്കിൽ അത് PNP ആയിരിക്കും. ആ രീതിയിലും കണ്ടുപിടിക്കാം. അത് ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. ഇത് ഏറ്റവും ബെസ്റ്റ്. ഗൂഗിൾ പോവുക, സെർച്ച് ചെയ്യുക, പിന്നോട്ട് എടുക്കുക, പിന്നെ വെച്ചിട്ട് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യുക. ഇപ്പോൾ ട്രാൻസ്ഫർ കൈ കിട്ടി അത് NPN ആണോ PNP ആണോ എന്ന് അറിയാനുള്ള പണ്ടത്തെ പോലെ ചെക്ക് ചെയ്ത് നേരം വെക്കണ്ട എന്നുള്ളതാണ് പറഞ്ഞത്. അടുത്ത സാലിഹ് സൈദു എന്ന ആളുടെയാണ്. ഞാൻ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നു, ബട്ട് ഒരു റിപ്ലൈ കിട്ടി, ശേഷം നോ റെസ്പോണ്ട്. മേ ബി ബിസി ആയതുകൊണ്ടാകും. നോ വറീസ്, എനിവേ നൈസ് ഇൻഫോർമേറ്റീവ് വീഡിയോസ്, കീപ് ഡൂയിങ്. താങ്ക് യു. അപ്പോൾ രണ്ടാമത് റിപ്ലൈ ചെയ്യാഞ്ഞത് ഈ കഴിഞ്ഞ 3 ദിവസമാണ്. 3 ദിവസം ഭയങ്കര ഒരു ഡിസി, ഒരു മൂഡ് ഓഫ്, ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് വാട്സപ്പ് നോക്കിയില്ല, ഫേസ്ബുക്ക് നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. ഭ്രാന്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ചില വർക്ക് ലോഡ് മാത്രം, അല്ലാതെ മാനസികമായിട്ട് വേറെ ടെൻഷനൊന്നുമില്ല. കാരണം റിപ്ലൈ ചെയ്യാൻ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി അസ്വസ്ഥതയില്ല. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഇന്ന് വൈകുന്നേരം മാക്സിമം ഞാൻ റിപ്ലൈ ചെയ്യൽ രാത്രിയാണ്, 9-10 മണിക്ക് ശേഷം. അപ്പൊ ആ സമയത്ത് എന്തായാലും നിങ്ങൾ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കാം. എന്താണ് വാട്സപ്പിൽ വിട്ടതെന്നുള്ളത് ഒന്നുകൂടി ഒന്ന് റിപ്ലൈയിൽ ഒരു ഹൈയോ മറ്റോ വിട്ടാൽ മതി. അപ്പൊ അത് മുന്നോട്ട് കയറി കിടക്കും. മറ്റേത് അത് കുറെ ലിസ്റ്റിന്റെ അടിയിലേക്ക് പോകും. ഓക്കെ, ലാസ്റ്റ് കമന്റ് അഖിൽ സോമൻ എന്ന ആളുടെയാണ്. പുറകെ വരുന്നുണ്ട് ടാക്സസ്. പിന്നെ ഈ ടാക്സസ് സത്യത്തിൽ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. എന്നാലും പിന്നെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചെന്നുള്ള കേസും. അപ്പോൾ എമോജീസ് എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് അതിനകത്ത് 101 ലൈക്ക് ഉണ്ട്, ഒരു കമന്റ് ഉണ്ട്, ഒരു റിപ്ലൈ ഉണ്ട്, അങ്ങനെ അതൊക്കെ ഉണ്ട്. അപ്പൊ അത് ഏതാണ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മളൊരു സ്പീക്കർ റീകോൺ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം അത് പൊളിച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ കാണിക്കുന്നുണ്ട്. അത് പൊളിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യുന്നൊരു വീഡിയോ. കോഴിക്കോട് ലൈസൻസിന് പേപ്പർ ചെയ്ത് കൊണ്ടുവന്ന 2 ഊപ്പറാണ്. അപ്പൊ എങ്ങനെയുണ്ട് പേപ്പറിങ് നമുക്ക് ഒന്ന് അയച്ചു നോക്കാം. അപ്പൊ അതിനകത്ത് സ്പീക്കറോ ഒന്നും അല്ല താരം. അത് പൊളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കാണുന്ന ഈ ആളാണ് അതിൽ താരം. ഈ താരാണ് നമുക്കറിയാലോ. എനിക്ക് കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട് പറയുന്നത്. ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും വിരോധം തോന്നണ്ട വെച്ചിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയട്ടെ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് വല്ലാതെ ഞാൻ കമന്റിനൊന്നും റിപ്ലൈയും ചെയ്യാൻ പോയില്ല. ഞാൻ ലൈക്ക് ഇട്ട് പോരുന്നു. കാരണം ഈ ആദൃശ്യമായിട്ട് സംഭവിച്ചാണ്. നമ്മൾ വാങ്ങുന്ന ന്യൂസ് പേപ്പറിലോ നമ്മൾ പൊതിഞ്ഞുകൊണ്ട് വരുന്ന പേപ്പറിലോ ചിലപ്പോൾ ദൈവത്തിന്റെ പടം ഉണ്ടാവും, ചിലപ്പോൾ മഹാന്മാരുടെ പടം ഉണ്ടാവും, അങ്ങനെ ഇതുപോലെ നമ്മളെ നേതാക്കന്മാരുടെ പടം ഉണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ചിലപ്പോൾ എന്തും തുടയ്ക്കാനും എടുക്കും, ചിലപ്പോൾ കത്തിക്കും, ചിലപ്പോൾ കീറി പറിച്ച് കളയേണ്ട ആവശ്യമായിരിക്കും. അങ്ങനെ എന്താവശ്യത്തിനും ആ ന്യൂസ് പേപ്പർ എടുക്കാത്തത്. അപ്പൊ അതിൽ വന്നൊരു കാര്യം ചെയ്തുകൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല.
പക്ഷെ അത് ശ്രദ്ധിച്ചവർ ലക്ഷക്കണക്കിനുണ്ട്. എന്തായാലും അതൊരു വല്ലാത്തൊരു കോമഡി പേജ്. ഞാൻ ശ്രദ്ധിക്കാതെ ചെയ്ത കാര്യമായാലും അത് ശ്രദ്ധിച്ച് നിങ്ങളത് കമൻറ്റ് ചെയ്തപ്പോഴാണ് അത് ഞാനും ശ്രദ്ധിക്കപ്പെട്ടത്. താങ്ക് യു. അപ്പോൾ ഇന്നത്തെ മണ്ട കമന്റ് ബോക്സിൽ കമൻറ്റ്സ് വായിച്ചു കഴിഞ്ഞു. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കമൻറ്റ് ബോക്സ് വായിക്കാൻ പറ്റിയില്ല. അതിങ്ങനെ ഒരുപാട് പ്രാവശ്യം ഇപ്പോൾ ഡിലേകൾ ഇങ്ങനെ കട്ടായി പോകുന്നു. അപ്പോൾ അതെന്തായാലും പല കാരണം കൊണ്ടും കട്ടായി പോകും. നമ്മൾ തിരക്കുള്ള സമയമായതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ സംഭവിച്ചു പോകുന്നതാണ്. അപ്പോൾ കൂടുതൽ വെറൈറ്റി കമൻറ്റ്സ് ആയിട്ട് നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ മണ്ട കമന്റ് ബോക്സിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത